ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് നഗരസഭ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അമ്മക്കൂട്ടം കൃഷിവീട് പരിപാടിയുടെ ഭാഗമായി അമ്മമാർക്ക് ക്ലാസ് സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് നഗരസഭ സ്റ്റേഡിയം പവലിയനിൽ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് അമ്മക്കൂട്ടം കൃഷിവീട് എന്ന പരിപാടിക്ക് നഗരസഭാ കുടുംബശ്രീ CDS തുടക്കം കുറിച്ചിരിക്കുന്നത്. സമൃദ്ധി നഗരസഭയായി തിരഞ്ഞെടുത്തതിൽ വളരെയേറെ സന്തോഷം. നഗരസഭ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം കൃഷിയിടങ്ങളൊന്നും ഇല്ലാത്ത അല്ലേ, കുറേയേറെ പരിഷ്കൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ, ഫാക്ടറികൾ ഒക്കെ മാത്രമുള്ള ഒരു ശരിയായ ഒരു നഗരത്തിൻ്റെ ചിത്രമാണ് മനസ്സിൽ വരിക. പക്ഷെ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക നഗരസഭകളും അതിൻ്റെ പകുതിയിലേറെ ഭൂപ്രദേശങ്ങളും ഗ്രാമീണ സ്വഭാവമുള്ളത് തന്നെയാണ്. കൂത്തുപറമ്പ് മാത്രമല്ല. അപ്പോൾ കൂട്ടത്തിൽ കൂത്തുപറമ്പും ഒരു ഗ്രാമീണ സ്വഭാവമുള്ള നഗരസഭയാണ്. അതുപോലെ കാർഷിക മേഖലയും നമുക്കുണ്ട്. നെൽവയലുകൾ കുറവാണെങ്കിലും കൃഷിയിടങ്ങൾ തന്നെയാണ് ഭൂരിഭാഗ സ്ഥലങ്ങൾ. അത് തെങ്ങ് കൃഷിയാകാം, വാഴയാകാം, കപ്പ, അതുപോലുള്ള പച്ചക്കറി കൃഷി ഒക്കെ നടക്കുന്നുണ്ട്. പാമ്പിലാട്, തൃക്കണ്ണാപുരം, നരവൂർ പാടശേഖരങ്ങളിൽ ഇപ്പോഴും നല്ല രീതിയിൽ കൃഷി നടക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ CDS ചെയർപേഴ്സൺ പി ഷൈജ അധ്യക്ഷയായി. മെമ്പർ സെക്രട്ടറി ഷീന ലോറൻസ്, കൃഷി ഓഫീസർ അമൃത ബാലകൃഷ്ണൻ, ജയൻ പൂക്കാട്, കെ സജിത തുടങ്ങിയവർ സംബന്ധിച്ചു. ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അമ്മക്കൂട്ടം കൃഷിവീട് എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അയൽക്കൂട്ടത്തിൽ ഒരു കൃഷി കൂട്ടായ്മയുണ്ടാക്കി കൃഷിയെ വിപുലീകരിക്കുക എന്നതാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. വ്യക്തിയായോ കൂട്ടായ്മയായോ കൃഷി ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. തരിശ് ഭൂമിയിലോ ടെറസിലോ കൃഷി ചെയ്യാനുള്ള എല്ലാവിധ സഹകരണങ്ങളും നഗരസഭ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ലഭ്യമാക്കും. കൃഷി ചെയ്യാനുള്ള വിത്ത് കൃഷിഭവനിൽ നിന്നുമാണ് ലഭ്യമാക്കുന്നത്. കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് കൃഷി ഓഫീസർ അമൃത ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ അമ്മമാർക്ക് നൽകി വരികയാണ്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.